ടൈം ബാൻഡിറ്റ്സ് ആപ്പിൾ ടി വി പ്ലസിൻ്റെ ഏറ്റവും പുതിയ സീരീസാണ്. 10 എപ്പിസോഡാണ് ഈ ഒരു സീരീസിന് വരുന്നത്. ഇതിൻ്റെ 2 എപ്പിസോഡ് മാത്രമേ ഇപ്പം സ്ട്രീമിങ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സീരീസ് ഒരു കോമഡി ഫാൻറ്റസി സീരീസ് ഒക്കെയാണ്. ഇതിൻ്റെ ഡയറക്ടർ എടുത്ത് പറയണം, ടൈക്ക വൈറ്റിറ്റി, നമ്മളുടെ തോറൊക്കെ ചെയ്തിട്ടുള്ള ആ ഒരു ഡയറക്ടറാണ് ഈ ഒരു സീരീസിൻ്റെ ഡയറക്ടർ. പുള്ളി അതിനകത്തൊരു റോളൊക്കെ ചെയ്തിട്ടുണ്ട്, ഒരു മെയിൻ റോളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ സീരീസ് എനിക്ക് ടോട്ടലി ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ നല്ലൊരു സീരീസാണെന്ന് പറയാനും തോന്നുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എപ്പിസോഡാണ് റിലീസായിട്ടുള്ളത്. 2 എപ്പിസോഡ് 50 മിനിറ്റ് വെച്ചുണ്ട്. ഇപ്പം യൂഷ്വലി ഇതൊരു നല്ല സീരീസ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബോറടിക്കണം, പക്ഷേ ഇത് ബോറടിപ്പിക്കുന്നില്ല. ഈ 2 എപ്പിസോഡും ബോറടിക്കാതെ ഞാൻ കണ്ടു തീർത്തു. പക്ഷേ ഇതിനകത്ത് ചില സാധനങ്ങൾ എനിക്ക് അങ്ങോട്ട് എന്താണ് ഡൈജസ്റ്റ് ആയില്ല എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് ചില ക്യാരക്ടേഴ്സിനെയൊക്കെ കാണിച്ചിട്ടുള്ളതും ഒരു കോമഡിയാണ്, എന്നാലും കുറച്ചും കൂടെ ബെറ്ററായിട്ട് കാണിക്കാമായിരുന്നു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതേപോലെ തന്നെ മാർവലിലെ ചില വില്ലൻ ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ രൂപസാദൃശ്യമുള്ള ക്യാരക്ടേഴ്സ് ഞാനിപ്പോൾ കണ്ടിട്ടുണ്ടെന്ന് പറയാം. അപ്പം ഈ സുപ്രീം എന്ന് പറയുന്ന ഒരു സുപ്രീം പവർ ഉണ്ടല്ലോ, എല്ലായിടത്തും ഒരു സുപ്രീം പവർ ഉണ്ട്, ഇവിടെ ഉണ്ട് ഒരു സുപ്രീം പവർ. ആ സുപ്രീം പവറിൻ്റെ സെർവൻസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ ഒരു ടൈം ട്രാവൽ മാപ്പ് സ്റ്റീൽ ചെയ്യുന്നു. എന്നിട്ട് അതുകൊണ്ട് അതായത് കുറേ അവർക്ക് വാല്യുള്ള സാധനങ്ങൾ ചെയ്യാനായിട്ട് അവർ ടൈം ട്രാവൽ ചെയ്ത് പാസ്റ്റിൽ പോകുന്നു. അതായത് ഹിസ്റ്ററിയിൽ പോയിട്ട് ഹിസ്റ്ററികളിൽ നിന്നിട്ട് കുറച്ച് സാധനങ്ങൾ അടിച്ച് മാറ്റാമെന്നുള്ള, അതായത് ഓരോ ഇപ്പോൾ ട്രോയിൽ പോവുക അല്ലെങ്കിൽ പഴയ കാലത്ത് പോവുക, എന്നിട്ട് അവിടെ അടിച്ച് മാറ്റുക എന്നുള്ളൊരു കൺസെപ്റ്റിൽ പോകുന്നു. മണ്ണൻ ക്യാരക്ടേഴ്സാണ് ഇതിനകത്ത്, എല്ലാം മണ്ണൻ ക്യാരക്ടേഴ്സാണ്. കെവിൻ എന്ന് പറയുന്ന ഒരു 11 വയസ്സുള്ളൊരു പയ്യനുണ്ട്. അവൻ മാത്രമേ കുറച്ച് ബുദ്ധിയുള്ളൂ. അവൻ്റെ ഒരു പെർസ്പെക്റ്റീവിലാണ് ഈ ഒരു സീരീസ് ആണെങ്കിൽ പോകുന്നതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവൻ ഹിസ്റ്ററി ഇഷ്ടപ്പെടുന്ന, ഹിസ്റ്ററിക്ക് ഭയങ്കര വാല്യൂ കൊടുക്കുന്നൊരു പയ്യൻ. ഇപ്പം നേർഡ് എന്നൊക്കെ പറയുമല്ലോ. ഈ പയ്യൻ്റെ പേരൻസ് ഭയങ്കര ടെക്നോളജിക്കൽ അഡ്വാൻസ്ഡ്, അതായത് നമ്മളുടെ 2024 ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഇവൻ അങ്ങനെ ഫ്രണ്ട്സൊന്നുമില്ല, ഹിസ്റ്ററി തന്നെ എപ്പോഴും ഹിസ്റ്ററി വായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. അങ്ങനെ ഇവൻ്റെ റൂം അല്ലെങ്കിൽ ഇവൻ്റെ വീട് നിൽക്കുന്ന സ്ഥലം ഒരു ടൈം സ്ലിപ്പിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു ഹോൾവേ എന്നൊക്കെ പറയാൻ പറ്റുമല്ലോ, അങ്ങനെ ഒരു സ്ഥലമാണ്. അത് വർഷങ്ങളായിട്ടേ അങ്ങനെയാണ്. ഇപ്പം അവൻ ജീവിക്കുന്ന ബെക്സിലിയിൽ 2024 ഈ 6 കള്ളന്മാരും ഇവൻ്റെ റൂമിലിടയ്ക്ക് ടൈം സ്ലിപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ടൈം ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ റൂമിൽ വരുന്നു. എന്നിട്ട് അറിയാണ്ട് ഇവനും ഇവരുടെ കൂടെ അകപ്പെട്ട് പോകുന്നു. ഇവൻ ഇങ്ങനെ പാസ്റ്റിലേക്ക് പോകുന്നു, അത് കെവിൻ പാസ്റ്റിലേക്ക് പോകുന്നു. പാസ്റ്റിൽ പോയിട്ട് ഇവരുടെ കൂടെ ഓരോന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നു. ആ ഒരു സാധനങ്ങളൊക്കെയാണ് ഇവർ കാണിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അതായത് ഇതിനകത്ത് കാണിച്ചിട്ടുള്ള അല്ലെങ്കിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ചിലപ്പം ഹിസ്റ്ററി, നമ്മൾ പഠിച്ച ഹിസ്റ്ററികൾ ചിലപ്പം റോങ് ആയിരിക്കും, നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള സാധനങ്ങൾ റോങ് ആയിരിക്കും എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അതായത് ഇതിനകത്ത് മായൻ എന്ന് പറയുന്ന ട്രൈബിനെ പറ്റി ഇവർ പറയുന്ന സമയത്ത് നമ്മൾ കേട്ടിട്ടുള്ള മായൻസ് അല്ല ഒറിജിനൽ എന്നൊരു കൺസെപ്റ്റ് ഇവർ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ പോകുന്ന ഒരു കോമഡി, പക്കാ കോമഡി സാധനമാണ്. ഇതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സും ഭയങ്കര മണ്ടൻ ക്യാരക്ടേഴ്സുണ്ട്. പ്രത്യേകിച്ച് മാപ്പ് റീഡർ എന്ന് പറയുന്ന ഒരാളുണ്ട്. ആ പുള്ളിക്കാരൻ ഭയങ്കര മണ്ടനാണ്. പുള്ളിയാണ് പോർട്ടൽസ് എവിടെയൊക്കെയാണ്, എപ്പോൾ പോർട്ടൽ വരും, നമുക്കിഷ്ടമുള്ള സമയത്ത് ടൈം ട്രാവൽ ചെയ്യാൻ പറ്റില്ല. പോർട്ടൽസ് വരുന്ന സമയത്ത് അവിടെ സ്ഥലത്ത് ചെല്ലുന്നു, എന്നിട്ട് ടൈം ട്രാവൽ ചെയ്യുന്നു. അങ്ങനെ ഇവർ ടൈം ട്രാവൽ ചെയ്യുന്നു. പക്ഷേ ഇതിനകത്ത് എടുത്തു പറയേണ്ട സാധനം, നമുക്ക് എവിടേക്കാണ് പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. 2 എപ്പിസോഡേ ആയിട്ടുള്ളൂ. എങ്കിലും അത് കുറച്ച് ലൂഹോളൊക്കെ ഉള്ളൊരു സീരീസായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ഈ 2 എപ്പിസോഡും പേഴ്സണലി എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു. പക്ഷേ ചില സാധനങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ടാണ് ഞാൻ ടോട്ടലി ഒരു ഇംബാലൻസ് ആയിട്ടുള്ള ഒരു സീരീസായിട്ടാണ് എനിക്ക് ഇത് കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ നിങ്ങൾ പറയുക. 2 എപ്പിസോഡും ഭയങ്കര എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോകുന്നൊക്കെ ഉണ്ട്. പക്ഷേ ചില ക്യാരക്ടേഴ്സ് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഒട്ടും അങ്ങോട്ട് ഡൈജസ്റ്റ് ആകുന്നില്ല. അങ്ങനെ പോകുന്നൊരു സീരീസാണ് ടൈം ബാൻഡിറ്റ്സ്.